പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഭവം വരുന്നത്. ഈ നിത്യാനന്ദം പോലും അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുഭവമാണ്. അതാണ് ഈശോ പറയണത്, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അറിവാണ് വിഷയം. ഇപ്പോൾ യോഹന്നാൻ 17:3 പറയുന്ന ഈ അറിവ് എപ്പോഴും നീ ഉള്ളിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്നെക്കുറിച്ച് എൻ്റെ പരിമിതിയാണെങ്കിൽ പോലും അറിയാവുന്ന അത്രയും വ്യക്തമായിട്ട് അറിയാൻ എനിക്ക് ജ്ഞാനവരം തരണമെന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ നമ്മൾക്ക് ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥനയുടെ സമയത്തുമൊക്കെ കുറച്ച് സമയം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരത്താൽ നിറയാൻ വേണ്ടി, നീ വാചികമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ പോലും പരിശുദ്ധാത്മാവിനെ അനുസ്മരിച്ചുകൊണ്ട് നിനക്ക് മൗനമായി ഇരിക്കാൻ പറ്റും. അപ്പോൾ നിനക്ക് ജ്ഞാനവരം കിട്ടും. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ദൈവം ഒരേ സമയം തന്നെ വ്യക്തിയാണ്, അതേസമയം തന്നെ ശക്തിയാണ്. ദൈവം വ്യക്തിയുമാണ്, ശക്തിയുമാണ്. ആ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വസിപ്പുള്ളതാണ്. അതാണ് ശക്തി. ആ ശക്തി ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് കോൺസ്റ്റൻ്റായിട്ട് ഇരിക്കണില്ല. നമ്മൾ വിചാരിച്ചാൽ, പ്രാർത്ഥനയുടെ ആ പശ്ചാത്തലത്തിൽ അരൂപിൽ വിചാരിച്ചാൽ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരും. ഇപ്പം ചെറിയ ഒരു ഇപ്പം പിതാവിനെക്കുറിച്ച് ഈശോ പറയുമ്പോഴേ പിതാവ് ആരാണെന്ന് ഈശോ പറയണത്? പിതാവ് ശക്തിയാണെന്നാണ് ഈശോ പറയണത്. മത്തായി 26:64 മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. ഇനി പുത്രൻ ആരാണ്? പുത്രനും ശക്തിയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. 1 കൊരിന്ത്യർ 1:24. ഇനി പരിശുദ്ധാത്മാവ് ആരാ? പരിശുദ്ധാത്മാവും ശക്തിയാണ്. പരിശുദ്ധ അമ്മ ചോദിച്ചില്ലേ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ആ ലൂക്ക 1:35. അപ്പോൾ ഇതെല്ലാം കൂട്ടിവെക്കുമ്പോൾ നമുക്ക് എന്നാ മനസ്സിലാവുന്നത്? പിതാവ് ശക്തിയാണ്, പുത്രൻ ശക്തിയാണ്, പരിശുദ്ധാത്മാവ് ശക്തിയാണ്, ത്രിത്വൈക ദൈവം ശക്തിയാണ്. ത്രിത്വൈക ദൈവം ഒരേ സമയം തന്നെ വ്യക്തിയുമാണ്. ഇപ്പം വ്യക്തിത്വത്തിൽ 3ആണ്, സത്തയിൽ ഏകമാണ്. ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. ഈ വ്യക്തിത്വത്തിൽ 3ഉം സത്തയിൽ 1മായ ദൈവം ശക്തിയാണ്. ഈ ശക്തിയാണെന്ന് പറയുമ്പോൾ ദൈവം, അതായത് സൃഷ്ടപ്രപഞ്ചത്തെയും മനുഷ്യജീവിതത്തെയും കണ്ടുകൊണ്ടാണ് ബൈബിള് ദൈവം ശക്തിയാണെന്ന് പറയുന്നത്. എന്താണ് ശക്തി? പ്രയോജനമുള്ള ശക്തിയാണ്. ശക്തി അനുഭവവേദ്യമായ ശക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ എന്നാ പറഞ്ഞത്? വെളിപാടുകളുടെ ആധിക്യത്തിൽ അഹങ്കരിക്കാതിരിക്കാൻ അവൻ എനിക്കൊരു മുള്ളു തന്നു, പിശാചിന്റെ ദൂതൻ എന്നെ വിട്ടുപോകാൻ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിസ്സഹായതയോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ശക്തിയിൽ നമ്മൾ അവലംബിക്കാതെയാണ്, ദൈവത്തിൻ്റെ ശക്തിയിൽ അവലംബിക്കുമ്പോഴാണ് കണ്ണുനീര് വരുമ്പോൾ പ്രാർത്ഥിക്കണേ. എന്തിനാ കണ്ണുനീര് വരണ? എന്താ? നമ്മുടെ ശക്തി ക്ഷയിക്കുമ്പോഴാണ് കണ്ണുനീര് വരണത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കണ്ണുനീരിനെ പ്രാർത്ഥനയാക്കി മാറ്റുന്നത്. അപ്പോൾ എന്താ സംഭവിക്കണത്? അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞു. നിൻ്റെ ഈ അവസ്ഥയിൽ പരിഹരിക്കാനുള്ള ദൈവികമായ പരിഹാരത്തിൻ്റെ പേരാണ് കൃപ. പക്ഷേ ഇത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് അടുത്ത വാക്കെന്ന 2 കൊരിന്ത്യർ 12:9 എന്താ പറയണത്? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത്.
അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ തത്സമയമായ വാക്ക് ശക്തി എന്നാണ്. അപ്പം നമ്മൾ ആധ്യാത്മിക ജ്ഞാനമുള്ളവർ, ബുദ്ധിയുള്ളവർ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ കരുണ നേടാൻ എന്ത് ചെയ്യണമെന്ന് നോക്കണം. കാര്യം ദൈവത്തിൻ്റെ ശക്തി പൗലോസ് പറഞ്ഞ് നമ്മളിലേക്ക് ആവസിക്കുമെന്ന്. ആവസിപ്പിക്കാൻ എന്നാ വേണ്ടത്? ഈ ശക്തിയിലെ കരുണയുടെ കണ്ടൻറ്റ് വേണം. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കണം. അപ്പം നമ്മൾ കരുണക്കൊന്ത് ചെല്ലണതും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് പിന്നിലൊക്കെ ഉള്ള സത്യം എന്താ? അതങ്ങനെ അറിഞ്ഞല്ല പ്രാർത്ഥിക്കുന്നത് പോലും ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുക. ഇപ്പോൾ ദാവീദിൻ്റെ അനുതാപമില്ലേ? അയാൾ മനുഷ്യൻ്റെ ഇന്ന് കയ്യപ്പത്ത് സംഭവിച്ചില്ലേ? കൊലപാതകവും വ്യഭിചാരമൊക്കെ സംഭവിച്ചെങ്കിലും അയാൾ ചാക്ക് ഉടുത്ത് ചാരം പൂശി കണ്ണീരോടെ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കും. എന്താ പറയണത്? കർത്താവേ, ഞാൻ പാപത്തിലാണ് ജനിക്കണത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയാണ് എന്നൊക്കെ എല്ലാം അയാളുടെ നിസ്സഹായത എല്ലാം കണ്ണുനീരോടെ പറഞ്ഞിട്ട് പറയും, എനിക്കൊന്നേ പറയാനുള്ളൂ. 51-ാം സങ്കീർത്തനയില്ലേ 11-ാം വാക്യം, അങ്ങയുടെ എന്തെല്ലാം അങ്ങനെ വെറുത്താലും നശിപ്പിച്ചാലും അങ്ങയുടെ മുമ്പിൽ നിന്ന് തന്നെ കളയല്ലേ എന്ന് പ്രാർത്ഥിക്കത്തില്ലേ? അത് കർത്താവിൻ്റെ കരുണ കിട്ടുന്ന പ്രാർത്ഥനയാണ്. ശരിക്കും 51-ാം സങ്കീർത്തനം കരുണയുടെ പ്രാർത്ഥനയാണ്. ദാവീദിൻ്റെ അനുതാപമാണെങ്കിലും അതിൻ്റെ ഫലം കരുണയാണ്. ദൈവത്തിലെ നിനക്ക് എന്തെങ്കിലും ബലഹീനമായ സാഹചര്യം ഉണ്ടാകുമ്പോഴേ ദൈവത്തിൻ്റെ ശക്തിയാണ് നിന്നിലേക്ക് വരേണ്ടത്. നീ ശക്തിപ്പെടുകയാണ് വേണ്ടത്. ദൈവത്തിന് അറിയാം, നിനക്കും അറിയാം. പക്ഷേ അതിനുള്ള മാർഗം എന്താ? കരുണയ്ക്ക് വേണ്ടി കരുണ ലഭിക്കാനുള്ള മാർഗങ്ങൾ. ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങൾ നിൻ്റെ സഹപ്രവർത്തകരോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് കർത്താവ് ചോദിക്കണല്ലേ? ആ ചോദ്യം തന്നെയാണ് ഉത്തരം. എന്താ കാര്യം? നമ്മൾ തകർന്നു പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, കുഞ്ഞുങ്ങളോട്, അയൽവാസികളോട്, ശത്രുക്കളോട് എല്ലാവരോടും ഇങ്ങനെ കരുണ കാണിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്താണ്? കർത്താവ് നമ്മൾ കരുണ കാണിക്കും. അപ്പോഴെന്താ? കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും. കർത്താവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ അത് ഹീലിംഗായി മാറും. കർത്താവിൻ്റെ ശക്തി 3 സ്ഥലങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിലുള്ള സത്യമാണ്. കർത്താവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വന്നാലോ അതെന്തേ? ഇപ്പം രക്തസ്രാവക്കാര രോഗി, അവൾ ബ്ലീഡിങ് ആയിട്ട് 12 കൊല്ലം അവശത അനുഭവിച്ച സ്ത്രീയാണ്. പക്ഷേ വിശ്വാസത്താൽ അവൾ കർത്താവിൻ്റെ വസ്ത്രാഞ്ജലി തൊട്ടപ്പോൾ കർത്താവിൻ്റെ ശക്തി അവളുടെ ശരീരത്തിലേക്ക് വന്നു. ലൂക്കാ 8:45 അവൾക്ക് ഹീലിംഗ് ഉണ്ടായി. ഇനി കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വരും. അതിനാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയണത്. അനുഗ്രഹം, ഫിസിക്കൽ ഫേവേഴ്സ്. ഇപ്പം നമ്മുടെ ജോലി കിട്ടാത്തവർ, കർത്താവിന് മുമ്പിൽ നിന്നിട്ട് വീടില്ലാത്തവരില്ലേ, സ്ഥലമില്ലാത്തവർ, അതുപോലെ തന്നെ പ്രമോഷൻ ഇല്ലാത്തവർ, ജീവിക്കാനുള്ള വരുമാനം കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിത പങ്കാളി ഇല്ലാത്തവർ, മക്കളില്ലാത്തവർ, അവർക്ക് എങ്ങനെ കിട്ടണത്? കർത്താവിൻ്റെ ശക്തി അവരുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിത മണ്ഡലത്തിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റണമെന്നറിയാമോ? വിശ്വാസം, പ്രത്യാസ്നേഹത്തിലൂടെ ഇത് നേരിട്ട് ജനം പോകത്തുള്ളൂ. അതിനാണ് ശരണമെന്ന പുണ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി ജീവിത മണ്ഡലങ്ങൾ വരുമ്പോൾ ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ടാവും, ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ. അതിനാണ് നമ്മൾ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഇനി കർത്താവിൻ്റെ ശക്തി ആത്മാവിലേക്ക് വരും. അതിനാണ് കൃപ എന്ന് പറയണത്. ഇപ്പോൾ ഫിലോമോൻ 1:25, ഗലാത്യർ 6:18 ഒക്കെ പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന്. ഈ കർത്താവിൻ്റെ ശക്തി ആത്മാവിൻ്റെ കൂടെ ഉണ്ടായാൽ ആത്മാവ് നശിക്കണില്ലല്ലോ. ശരീരം നശിക്കുന്നു, ജീവിത മണ്ഡലങ്ങളും നശിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? അതൊക്കെ യൂസ് ആൻഡ് ത്രോ, ഡിസ്പോസിബിളായിട്ട് എപ്പോഴായാലും നമുക്ക് നഷ്ടപ്പെടും. മരിക്കുന്ന മുമ്പ് എല്ലാം എന്തെല്ലാം നേടിയാലും മരിക്കുന്ന മുമ്പ് നഷ്ടപ്പെടും. അനുഗ്രഹം എല്ലാം അങ്ങനെ ഓൺ ഔട്ടായി പോകും. പക്ഷെ കൃപ ഓൺ ഔട്ടാകത്തില്ല. എന്താ? ആത്മാവ് നശിക്കാത്ത കൊണ്ട് കർത്താവിൻ്റെ ശക്തി ആത്മാവിന് കിട്ടുന്നത് നിത്യത വരെ. അതാണ് നമുക്ക് ആ ആത്മാവിന് ലഭിക്കുന്ന കൃപയാണ്, ശക്തിയാണ് നിത്യതയും നമുക്ക് ദൈവത്തെ നമുക്ക് ആത്മാവിന് മഹത്വം ഉണ്ടാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ദൈവശക്തിയാണ്. ഈ ശക്തിയുടെ മുമ്പിലാണ് നമ്മൾ സുവിശേഷം നൽകുന്ന മാർഗങ്ങളിലൂടെ ദൈവാനുഭവത്തിന് വേണ്ടി വളരെ കൃത്യമായിട്ട് മുതിരുമ്പോൾ അതിന് ആനുപാതികമായിട്ട് നമുക്ക് അനുഭവം സുനിശ്ചിതമായ അനുഭവത്തിൽ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ ജീവിത വ്യാപാരങ്ങളെ ബുദ്ധിപൂർവ്വവും ബോധപൂർവ്വം കൈകാര്യം ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
നമ്മൾ ദൈവശക്തി ഹൃദയത്തിൻ്റെ ദൂരങ്ങളെപ്പോലും അടച്ചു കളയുന്നു. അതിശക്തമായൊരു സാക്ഷ്യം. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിബന്ധിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നു എന്നുള്ളത് ഈ സാക്ഷ്യം കേട്ട നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് എൽദോസ്. ഞാൻ മലയാറ്റൂർ ഭാഗത്തു നിന്ന് പാണങ്കുഴി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് വെച്ചാൽ, ഞാൻ 10-25 വർഷമായിട്ട് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ എന്ത് ജോലി ചെയ്താലും അത്യാവശ്യം വീടിൻ്റെ സൈഡിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള പൊടി അടിച്ചാൽ എനിക്ക് തുമ്മലാണ്, അലർജിയാണ്. അതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അന്ന് പിന്നെ ആരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആരോടൊരു കാര്യം ഫേസ് ചെയ്യാനോ ഭയങ്കര ദേഷ്യമുള്ളൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ജോലിയിൽ ഒരു ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി മാസത്തിൽ പെങ്ങളുടെ വീട്ടിൽ പോകാനായിട്ട് യാത്ര ചെയ്ത് വണ്ടിയിലിരുന്ന സമയത്താണ് എനിക്ക് കൃപാസനത്തിൻ്റെ പേപ്പർ കിട്ടുന്നത്. അത് കിട്ടി ഞാൻ വീട്ടിൽ വന്ന് 2-ാം ദിവസം കഴിഞ്ഞ് ഞാൻ അതൊന്ന് തുറന്നു നോക്കി വായിച്ച സമയത്ത് എന്തായാലും ഇവിടെ പോകാം എന്ന് കണക്കൂട്ടി അമ്മ എന്നോട് പറഞ്ഞു, എന്നാൽ നീ ഇന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലൊന്നും പറയാതെ രാവിലെ ഞാൻ അവിടെ നിന്ന് വന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഫെബ്രുവരി 20-ാം തീയതി. അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയി തിരിച്ച് അപ്പോൾ വായിച്ച് അതിനകത്ത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ 4-ാം ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടാനായിട്ട് വീട്ടിൽ നിന്ന് വൈകിയാണ് വന്നത്. കാരണം 9 മണിയായപ്പോൾ ഇതെല്ലാം രാവിലെ എണിച്ചപ്പോഴും എനിക്ക് തുമ്മലുകളുടെ പ്രശ്നമുണ്ടായിരുന്നു. തിങ്കളാഴ്ച ഞാൻ തുമ്മി ആകെ ടയേർഡായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. എന്നിട്ടും ഞാൻ ഉടമ്പടി ശേഷം 5:30-ക്ക് എണീച്ച് പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെങ്കിലും ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക്. ആ ക്ഷീണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരികയും ചൊറിച്ചിലും കാര്യങ്ങളും നമുക്ക് കൈ കൊണ്ട് മാന്താൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. മുഖമൊക്കെ ചുവന്ന് തൊടുത്ത് ആകെ ഒരു വികൃത രൂപമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഞാനൊരു 11:30 ആയപ്പോൾ നിന്ന സമയത്ത് അച്ഛൻ ഇവിടെ ഒരു 2-2:15 ആയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അവിടെ നിന്നത്, അത് കയറി വരാൻ പറ്റാത്ത ആ ഫയർ എൻ്റെ പൈപ്പ് ലൈൻ്റെ അവിടെയായിട്ട് നിന്നേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഇടത് മൂക്കിൽ വളരെയധികം വിമർശത്തോടെ ചൊറിയും മൂക്കൊലിപ്പും ഉള്ള ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു യുവാവിന് അമ്മ അനുഗ്രഹിക്കാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് എനിക്കായിരിക്കും അമ്മ മാതാവ് വളരെ അനുഗ്രഹത്തോടെ ഇത് തരുന്നെങ്കിൽ ഞാൻ ഏറ്റവും അടുത്ത ദിവസം തന്നെ സാക്ഷ്യം പറയാമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് പെട്ടെന്ന് ഒരു ഇരുട്ട് കണ്ണിലേക്ക് കയറി വരികയും അതിയായ ഒരു വെളിച്ചം കണ്ണിന്ന് പോലെ നമ്മൾ ഇരുന്നിട്ട് തരിച്ചിട്ട് എനിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ആ ദൃശ്യം വരെ ഇവിടുത്തെ ആ സംഭവം വരെ മാഞ്ഞു പോയൊരവസ്ഥ പെട്ടെന്നാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം വീട്ടിൽ ചെന്ന് എനിക്ക് രാത്രി ഒന്നും കുളിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ രാത്രി കുളി ഒഴിവാക്കിയ ആളാണ്, രാവിലെയാണ് കുളിക്കാറുള്ളൂ. അതിനുശേഷം വൈകുന്നേരം രാത്രി 10 മണിയാകുമ്പോൾ വണ്ടി ഓടിച്ചാണ് ഞാൻ വീട്ടിൽ വരുന്നത്. വൈകുന്നേരം കുളിച്ച് 12 മണിയാകുമ്പോൾ കുളിച്ചാൽ പോലും ഇതുവരെയായിട്ട് എനിക്ക് തുമ്മലിൻ്റെ പ്രശ്നമോ അസ്വസ്ഥതയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയേറെ സൗഖ്യവും കാര്യങ്ങളും തന്ന അമ്മയ്ക്ക് ഞാൻ 1000 സ്തുതി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അമ്മ വളരെ പവർഫുള്ളാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സമർപ്പിക്കുന്നു അത്രത്തോളം അമ്മ നേരത്തെ നമ്മളെ കാണുമെന്ന് ഉറപ്പാണ്. 1000 പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ശക്തി നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ജീവിത മണ്ഡലങ്ങളിലേക്ക് പതിക്കുമ്പോഴാണ് ഫിസിക്കൽ ഫേവേഴ്സ്, അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവേദ്യമാകാൻ പുതിയ ആധ്യാത്മിക മുന്നേറ്റത്തിൻ്റെ ശക്തീകരണ ജീവിതം കർത്താവ് നിങ്ങൾക്ക് അവകാശമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അനുഭവത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്ന വലിയ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം.